ഒരു കുട്ടി, ഷി വാസ് വെരി ക്ലോസ് ടു ഹെർ ഗ്രാൻഡ് മദർ. ഭയങ്കര ക്ലോസ് ആണ്. അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്, പഠിക്കുന്നതും. അമ്മൂമ്മയുടെ കൂടെ സ്കൂളിൽ നിന്ന് വന്നാൽ ഫസ്റ്റ് അമ്മൂമ്മയുടെ അടുത്താണ് എല്ലാം പറയുക. കുട്ടി ഭയങ്കര ക്ലോസ് ആണ്. അമ്മൂമ്മ എന്ന് വെച്ചാൽ അവൾക്ക് അമ്മൂമ്മയാണ് അമ്മ, അങ്ങനത്തെ ഒരു കൊച്ച്. ഇവള് സ്കൂളിൽ 11th 12th പഠിക്കുമ്പോൾ അമ്മൂമ്മ വയ്യാണ്ടാവുന്നു. 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മ മരിച്ചു പോവാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അതായത് അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് അവൾ വിഷമിച്ച്. അമ്മൂമ്മ മരിച്ച സമയത്ത് എല്ലാവർക്കും സങ്കടമായി. വീട്ടിലെല്ലാവരും സങ്കടത്തിലായിരുന്നു. എല്ലാവരും കരഞ്ഞു. അമ്മൂമ്മയുടെ ഫ്യൂണറൽ കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു. ഇവളധികം കരഞ്ഞിട്ടില്ല. ബിക്കോസ് ഇവള് അത് വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ കരഞ്ഞു. ഇവളും നോർമലായിട്ട് എല്ലാവരെയും പോലെ ബിഹേവ് ചെയ്തു. പക്ഷേ ഒരാഴ്ചയായിട്ടും ബാക്കി എല്ലാവരും നോർമൽ ലൈഫിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴും ഈ കൊച്ച് പാവം അപ്പോഴും അമ്മാമ്മയുടെ ആ സങ്കടത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. രാവിലെ എഴുന്നേക്കും, അമ്മാമ്മേനെ ഓർക്കും. അവൾ അന്നത്തെ ദിവസം ഇങ്ങനെ ഡൗൺ ആവും. സ്കൂളിൽ പോകാൻ തുടങ്ങി. അധികം ലീവൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ആദ്യമൊക്കെ അവളുടെ ഫ്രണ്ട്സ് അവളെ ഒന്ന് എടി ജോളിയായിട്ടിരിക്കടി, കുഴപ്പമില്ല, പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, അമ്മാമ്മ ഇപ്പം നിന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്രണ്ട്സ് അവളെ ഹാപ്പി ആക്കാനൊക്കെ നോക്കി. സെക്കൻഡ് വീക്കും ആയി. അവൾ ശരിക്കും ഹാപ്പി ആയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഇതിലാണ്. ഒരു മാസമായി. അപ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞത് അതിൻ്റെ വേർഡാണ് മൂഡ്. അവളൊരു ചീത്ത മൂഡിലാണ്, അവളൊരു സാഡ് മൂഡിലാണ് എന്ന് പറയും. അതായത് ഒരു ഫ്യൂ വീക്സ് ആണ് ഇതിപ്പം ഈ മൂഡിൽ അവൾ നിന്ന് സ്റ്റക്കായി നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് മൂഡ്. ഇനി ഇതേ കുറച്ച് മാസങ്ങളോളം ആണെങ്കിൽ അതിനെയാണ് ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത്. ഒരു സാഡ് ടെമ്പറമെൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങും. പിന്നെ അവളുടെ ഫ്രണ്ട്സ് പൊതുവേ അവൾ രാവിലെ വരുമ്പോൾ തന്നെ വന്നല്ലോ, നേരവും ഡള്ള എന്ന് പറയും. ഇതേ സ്കൂൾ കഴിഞ്ഞ് അവൾ കോളേജിൽ പോകുമ്പോഴും ഇത് ഹീലായിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് അവളെ കാണുന്ന ആൾക്കാർ പറയും അതൊരു ഡള്ള് കൊച്ചാന്ന് പറയും. എപ്പോഴും സങ്കടത്തിലാണ്, അധികം മിണ്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്യൂ ഇയേഴ്സ് ലേറ്റർ ദാറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് എ പേഴ്സണാലിറ്റി. യു അണ്ടർസ്റ്റാൻഡ്? കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് മൂഡ്. കുറച്ചുകൂടി നാളാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ടെമ്പറമെൻറ്റ്. ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് മീൻസ് അത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ഹാബിറ്റായി ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി നൗ. സോ ഈ കൊച്ചിനെ ഒരു സാഡ് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് ഇനി വിളിക്കാൻ പറ്റുമോ? ഈ കഥ അറിയുന്ന ഒരാൾക്ക് നമുക്ക് ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ സാഡ് പേഴ്സണാലിറ്റി? അല്ല. ഷി ജസ്റ്റ് ഡിഡ് നോട്ട് ഹീൽ. അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അതാരെങ്കിലും കറക്റ്റായിട്ട് അവളെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, അവളെ സംസാരിച്ചു അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ മേ ബി ടുഡേ ഷി വുഡ് ഹാവ് ബീൻ ആൻ എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ, എക്സലന്റ് ഹാപ്പി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കൊച്ചായിരുന്നു.